ജീന, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ? അല്ല, ഞാനത് പിന്നെ പറയാം. നിനക്കെന്തോ കള്ളത്തരമുണ്ടല്ലോ മജോ. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ചെറുപ്പത്തിലോട്ട് ഇഷ്ടമായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയില്ല. ഇതിന് മറുപടി ഞാൻ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ പോരെ? മതി. ഹലോ എടി, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ പറഞ്ഞ എന്തെങ്കിലും വിഷമായ? എന്ത്? ഞാനിവിടെ പണിയിലായിരുന്നു, ഫോൺ നോക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞ കാര്യം. എടാ ഒരു മിനിറ്റ്. എടാ മെജോ, ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ, നീ എന്നെ പ്രപ്പോസ് ചെയ്യുന്നതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നെ അന്നേരം ഇത് ഞാൻ നിന്നോട് പറയാതിരുന്നത് നീ ഇതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ്. അതുമില്ലാതെ ആക്ച്വലി ഞാനൊരു റിലേഷൻഷിപ്പിലാണ് കഴിഞ്ഞ 6 വർഷമായിട്ട്. രാഹുലിനാ പേര്, ചെന്നൈയിലാണ്. ഇനി ഇതും പറഞ്ഞ് നീ എന്നോട് മിണ്ടാവുന്ന ഇരുന്നേക്കരുത്. എനിക്ക് നാട്ടിൽ ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളത് നിന്നോടാ, നിനക്കറിയാലോ. നീ ഇത് വിട്ട് കളയടാ മെജോ, കേട്ടോ? ഹലോ ഹലോ, നീ എന്താടാ ഒന്നും മിണ്ടാത്തേ? ഹലോ ഹലോ, നീ കേൾക്കണുണ്ടോ? ഇപ്പം എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ? സാധാരണ ആൾക്കാരുടെ കൈ ഒടിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖമാണല്ലോ. ഞാൻ വഴക്കിട്ടേനെ, സോറി. നിനക്ക് വല്ല ബാധ കയറി? മെജോ, നിൻ്റെ എഫേർട്സൊക്കെ നല്ല രസമാണ്. എനിക്ക് ചില മൊമെൻറ്റ്സിൽ നിന്നോട് ഇഷ്ടമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ നിന്നോട് പറയണമെന്ന് വിചാരിച്ചൊന്നുമല്ല, പിന്നെ നീ ഭയങ്കര ജെന്യൂൻ ആയതുകൊണ്ട് ഇതിപ്പോൾ എനിക്ക് പറയണം തോന്നി. എന്നാ ഞാൻ പോയിട്ട് വരാം. ജീന ചേച്ചിയുടെ ഒരു നോട്ടത്തിൽ തുടങ്ങിയത് പുള്ളിക്കാരുടെ തന്നെ ഒരു വാക്കിൽ അവസാനിച്ചായിരുന്നു. പക്ഷെ ജീന ചേച്ചിയുടെ തിരിച്ചുവരോടെ മെജോട്ടന്റെ പ്രശ്നങ്ങളൊന്നും ഈ നൂറ്റാണ്ടിൽ തീരില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരു 6 മാസത്തെ കാര്യം കൂടെ പറയാനുണ്ട്.
നീ ഇതെന്തേ കാണിക്കണേ? നിനക്ക് എന്താ പറ്റിയേ? ഇത്ര നാളായിട്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല നിനക്ക് വേറെ അഫയർ ഉണ്ടെന്നും. അതിനൊരു അഫെയർ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ? പിന്നെ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെയാ വെക്കുക. നന്നായി. അല്ല അതൊക്കെ പോട്ടെ, നീ എന്താ എന്നോട് പറഞ്ഞേ? നിനക്ക് എന്നെ ചെറുപ്പം തൊട്ട് ഇഷ്ടമായിരുന്നോ? അതൊക്കെ നീ എന്നെ വീട്ടാൻ വേണ്ടിട്ട് വെറുതെ നമ്പർ ഇറക്കി തരടാ, നോണയാ. എനിക്ക് ഇനി എന്തോരം ഇഷ്ടമാണ് ഞാൻ തെളിയിച്ചു തരാം. എന്നാ നീ തെളിയിക്ക്. ഞാൻ തെളിയിക്കാം. ശരി. കടലിൽ ചാടി ആത്മഹത്യ തെളിയിക്കാൻ പോണേണോ? എടാ താൻ എന്റെ അടുത്തൊരു തേങ്ങയും പറയില്ല, എന്നിട്ട് വല്ല വിഷമം വന്നാ മോങ്ങ നേരത്തെ ഞാൻ വേണം. അല്ലടോ കള്ളം മെജോ. അതെ, ക്ലോസ് ചെയ്യാറായി, ഒന്ന് സ്പീഡാക്കൂ. ചേട്ടാ ഇയാളുടെ ലൈഫില് മെയിൻ ആയിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ആയിക്കോട്ടെ, ഒന്ന് fast ആക്കിയാ മതി. സൂപ്പർ ഫാസ്റ്റ് ആക്കാം. അംബ്രോസേ, എനിക്ക് ജീവിതം മടുത്തടാ. എടാ താൻ ജീന ചേച്ചിയുടെ അടുത്ത് വാ തുറന്ന് ചോദിച്ചാ ജീന ചേച്ചിക്ക് പ്രണയമുണ്ടോന്ന്? ആ കാര്യത്തിൽ ഞാൻ ജീന ചേച്ചിയോട് കൂടി കേട്ടോ. പോണേണ്. താൻ പോവല്ലേന്ന്, ഇവിടെ ഇരിക്കേ, ഞാൻ ചോദിക്കട്ടെ. പുള്ളീനെ കാണാൻ എങ്ങനെ തന്നെക്കാല ലുക്കാണാ? അത് തന്നെ മോന്തം കണ്ടെത്താൻ മനസ്സിലായി, അടിപൊളിയാണ് പുള്ളീന്ന്. ഞാനവളെ വെല്ലുവിളിച്ചു. അങ്ങനെ തന്നെ വേണം. ചേട്ടൻ എന്താ ചെയ്യണ്ടേന്ന് അറിയോ? പുള്ളിക്കാരേനേക്കാളും സൗന്ദര്യം കുറഞ്ഞൊരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ട് പുള്ളിക്കാരുടെ മുമ്പിൽ കൂടെ നടക്ക്. അതും പറഞ്ഞല്ലേ വെല്ലുവിളിച്ചത്. പിന്നെ എനിക്ക് ചെറുപ്പത്തിലോട്ട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവളെന്നെ കളിയാക്കി. എനിക്ക് പൊളിഞ്ഞെനിക്കത്. അപ്പൊ സൗന്ദര്യം കുറഞ്ഞ പെണ്ണാ? ഞാൻ തെളിയിക്കും എനിക്ക് അവളെ എന്തോരം ഇഷ്ടമുണ്ട്. താൻ എന്ത് ചെയ്യാൻ പോണേ? ഞാൻ എന്തെങ്കിലും ചെയ്യും. മേജോ ചേട്ടൻ, താനൊരുമാതിരി വൃത്തിയായിട്ട പരിപാടി കാണിക്കരുത്. ഇതുപോലത്തെ കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുള്ളതാ. ലൈൻ സെറ്റ് ആയിരിക്കണ എന്നിട്ട് കുത്തിക്കയറ്റി തന്റെ ലൈഫും കളയും, അവളുടെ ലൈഫും കളയും, ആ മറ്റവന്റെ ലൈഫും പോവും. അലമ്പ് പരിപാടിയാണ്, താനത് പിടിക്കരുത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? എടോ താനത് വിട്ട് കളയി. 6 വർഷത്തെ പ്രണയം ഉണ്ടെന്നല്ലേ താൻ പറഞ്ഞേ? കർത്താവ് വെള്ളത്തിന് മീതെ നടന്ന പോലെ താൻ നടന്നു കാണിച്ചാ പോലും പുള്ളിക്കാരിക്ക് അത് ഫീൽ ചെയ്യില്ലാട്ടാ. അവരുടെ റിലേഷൻഷിപ്പ് അത്ര സ്ട്രോങ് ആയിരിക്കും ബ്രോ. ഞാൻ ഇടാം. ശരിയാ, ഇടാം. ഇപ്പോഴാണ് താനൊരു കൗശലക്കാരനായേ. താനേ ആ ഫോണിങ് തന്നെ, ഞാൻ ആ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ പോണേ. താടോ ലോക്ക് ഓർന്നിട്ടാ. ആ എവിടെ പോണു? ഒന്ന് മൂത്രം വെച്ചോട്ടെ. കൂട്ടുവേണോ? ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ പോണേന്ന്. കഷ്ടം. ബ്രോ 11 മണിയായി, ഷട്ടർ അടയ്ക്കണം, ഒന്ന് എണീക്കോ പ്ലീസ്. ചേട്ടാ ഷട്ടർ 11 മണിക്ക് കൃത്യം അടച്ചാലോണ് അടയുള്ളൂ. 11:05 അടച്ചടയില്ല. നീ എന്തിനാ ചൂടാവണേ? നിന്നോട് 11 മണിക്ക് എനിക്കിന്ന് പറഞ്ഞല്ലേ. നിനക്ക് എത്ര വയസ്സായി? എത്ര വയസ്സായിന്ന്? 18 വയസ്സായിട്ടില്ലല്ലോ. വേഗം എണീക്കട്ടാ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. എന്താ വെച്ചാൽ തീരുമാനിക്കും നീ. ചേട്ടാ പോലീസൊന്നും വേണ്ട, ചേട്ടാ എല്ലാം വാള വെച്ചാണ് അവസാനിപ്പിക്കണേ. ദിന്തിമത്തല്ല. ഞാൻ പറഞ്ഞല്ലേ ഇവിടുത്തെ ഫുഡ് കൊള്ളൂലെന്ന്. പിന്നെ എന്തിനാണ് BDF തന്നെ വാങ്ങിയേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അവളല്ല അതിന്റെ പേരെന്തിട്ടാന്ന് എന്ത്? രാഹുൽ. അയിനി അവളെന്നെ കള്ളാന്ന് വിളിച്ചതാ. എന്റെ കർത്താവ്, എനിക്ക് വയ്യാണ്ടായി. അവിടെ ഒരുത്തം വെള്ള ഷർട്ട് ഇട്ടിട്ട് ഷട്ടർ ഇടാൻ മരിക്കണേണ്. വന്നേ പോവാം. എന്ത് കാര്യത്തിന്? എനിക്ക് പോവണ്ടേ? അംബ്രോസ്, എന്താ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ലൈഫില്? എടോ